ഹായ് ഓൾ. അപ്പോൾ ഇതേ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. ഒരു അഞ്ചരയുടെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയി നിൽക്കണം. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്ത് അങ്ങനെ. അപ്പോൾ ഇതേ ഇരുട്ട് കേട്ടോ. ഒരു വീട്ടിലും അങ്ങനെ എണീറ്റിട്ടൊന്നുമില്ല. ഞങ്ങളെ തൊട്ട് ഫ്രണ്ടിലെ ഒരു വീട്ടിൽ രാവിലെ അവർ എണീറ്റ് ഇട്ടൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും നല്ല ഇരുട്ടാട്ടാ. 5:30 ടൈം. പക്ഷേ ഈ ചെറിയ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടായിരിക്കും ആരും ഇരിക്കാത്തത്. പിന്നെ ഇതേ രാവിലെ അവരൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ പേരക്ക ഉണ്ടായിട്ടാണ്, നമ്മളെ വീട്ടിലുണ്ടായ പേരക്കയാണേ, അതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അടുക്കളയിൽ കയറണമല്ലോ. അമ്മ പോയാൽ പിന്നെ ഞാൻ ചെയ്യും, ഞാനും അമ്മയാണ് ചെയ്യാറ്. പിന്നെ അപ്പോൾ അതേ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച്, പുട്ടിൽ നമ്മൾ സാമ്പാറാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ തന്നെ അമ്മക്ക് വന്നിട്ട് അവിടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരു പെട്ടെന്ന് വന്ന് മീനൊക്കെ എനിക്ക് നന്നാക്കി തന്നു കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലാണ് ഇടുന്നത്. സാമ്പാർ വെച്ച് പുട്ട് സാമ്പാറൊക്കെ കഴിച്ച്. പഴമൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ല കേട്ടോ. പഴമൊക്കെ തിന്നവർക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ സാമ്പാർ അതും ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ വെച്ച് അത്ര തന്നെ. പിന്നെ അതൊരു കപ്പക്കിഴങ്ങ് വാങ്ങിയിട്ടിട്ട് അവർ വരുമ്പോൾ കൊണ്ടുവന്നാണ്. എനിക്കിഷ്ടമാണ്. പിന്നെ അതേ നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് ബുക്സൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇനി അതൊക്കെ എടുത്ത് കവറ് ചട്ടൊക്കെ ഇടണം. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ സ്കൂളിലാണെങ്കിൽ ചേർത്തോളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര നല്ല ഫീസാണ് കേട്ടോ. സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഒരു നല്ല ഫീസാണ്. നമ്മളെ കൊണ്ടൊന്നും താങ്ങൂലായിരുന്നു. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നടന്ന്. ഇനി ഫീസ് ഒക്കെ അടച്ചിട്ടുണ്ട്. ഇനി വണ്ടി ഫീസ് ഭയങ്കര ഫീസാട്ടോ. സ്കൂൾ ഫീസ് പിന്നെ എല്ലായിടത്തേയും പോലെ തന്നെ. പിന്നെ കുറച്ച് ചിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മളവിടെ ചേർത്താൽ തന്നെ വിചാരിച്ചത്. പിന്നെ നമ്മളൊറ്റക്കൊക്കെ നമ്മളെ കൊണ്ട് കുട്ടികളെ നോക്കാനും അവരെ ഫീ അടക്കാനൊക്കെ ഒത്തിരി പാടാണ്. അതുതന്നെ ഞാൻ ജോബും ഇതിൻ്റെ കൂടെ നോക്കുന്നുണ്ട്. പിന്നെ PSC കോച്ചിങ്ങിനും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ അളവെടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലൊന്ന് പോയി. അപ്പോൾ മക്കളവിടെ അവിടെ പാർക്കൊക്കെ ഉണ്ട്, എല്ലാവരും കളിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ മക്കളെ നല്ലൊരു സ്കൂളിൽ ചേർത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഫീയുടെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനും ഉണ്ട്. നടക്കുന്നൊക്കെ മനസ്സിലാഗ്രഹിച്ച് നമ്മൾ വിചാരിച്ചൊന്നുമില്ല കേട്ടോ. എല്ലാവരും വലിയ വലിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളെ നല്ല സ്കൂളിലൊക്കെ ചേർത്തണമെന്ന്. അപ്പോൾ അത് നടന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു ഹെൽപ്പ് ആണ് മെയിനായിട്ട് ഇതിൽ. പിന്നെ എനിക്കാണെങ്കിൽ നല്ലൊരു ജോലി ആയിട്ടില്ല. അപ്പോൾ ഇതേ നമ്മളെ റോഡ് കണ്ടോ ഫ്രണ്ടിൽ, അവിടെ കല്ലൊക്കെ ഇട്ട് JCB വെച്ച് നിരത്തുന്നുണ്ട്. അപ്പോൾ മക്കളത് നോക്കിക്കണം. അവരെ കയ്യിൽ മിഠായി ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ